സ്ട്രോക്ക് അഥവാ മസ്തിഷ്കാഘാതം രണ്ട് തരത്തിൽ വരാം. ഒന്ന് തലച്ചോറിനകത്തുണ്ടാകുന്ന ബ്ലീഡിംഗ് കൊണ്ട്, അതിന് നമ്മൾ ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയും. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് തലച്ചോറിനകത്തൂടെ പോകുന്ന രക്തക്കൊഴലുകൾ അടഞ്ഞിട്ട് ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെട്ടിട്ട് ഉണ്ടാകുന്ന സ്ട്രോക്ക്. അതാണ് നമ്മൾ സാധാരണഗതിയിൽ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉണ്ടാകാനുള്ള കാരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പ്രായാധിക്യം. അതായത് സാധാരണഗതിയിൽ 50 വയസ്സിന് മുകളിലുള്ളവർക്കാണ് നമ്മൾ സ്ട്രോക്ക് കാണുന്നത്. 30 വയസ്സ് താഴെയുള്ളവർക്ക് സ്ട്രോക്ക് കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ പ്രായം തന്നെ ഒരു റിസ്ക് ഫാക്ടറാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ സ്മോക്കിംഗ് ആണ്. പുകവലി ഉള്ള നിക്കോട്ടിൻ അത് രക്തക്കൊഴലുകളിൽ അടിഞ്ഞു കൂടിയിട്ട് അവിടെ സ്ട്രോക്ക് ഉണ്ടാക്കുന്നു. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഡയബറ്റീസ് ആണ്. ഏറ്റവും കോമണസ്റ്റ് കോസ് എന്ന് നമ്മൾ കേരളത്തിൽ പറയാവുന്ന ഒരു കോസ് ഡയബറ്റീസ് അഥവാ പ്രമേഹം. മറ്റൊരു കാരണം രക്താതിസമ്മർദ്ദം അഥവാ BP എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയുന്നു. BP കൂടിയിട്ട് വർഷങ്ങളോളം BP കൂടി ചികിത്സിക്കാതിരിക്കുകയും അതുവഴി ഉണ്ടാകുന്ന സ്ട്രോക്ക്. പിന്നീട് മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഹൈ കൊളസ്ട്രോൾ ലെവൽ, അതായത് ഹൈപ്പർ കൊളസ്ട്രോളീമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. ഇതാണ് സാധാരണ നമ്മളൊരു 5 കോസായിട്ട് സ്ട്രോക്കിന് പറയുന്നത്. സ്ട്രോക്കിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തെല്ലാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു സൈഡ് ആയിട്ട് ബലക്കുറവ് വരിക, ഹെമിപ്ലീജിയ എന്ന് പറയും. നമ്മൾ ഒരു കംപ്ലീറ്റ് കൈയും കാലും ഒരു മുഖവും ആയിട്ട് തളർന്നു പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൈ, ഒരു സൈഡിലെ കൈയോ അല്ലെങ്കിൽ കാലോ അല്ലെങ്കിൽ മുഖമോ കോടിപ്പോവുക. പിന്നെ വളരെ അപൂർവമായിട്ട് ചിലർക്ക് അപസ്മാരകമായിട്ടും സ്ട്രോക്ക് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ഓർമ്മക്കുറവായിട്ടും വരാം. ഇതുകൂടാതെ നടക്കുമ്പോഴുള്ള വേപ്പൽ, രണ്ട് സൈഡിലേക്കും വേച്ച് പോവുക, പിന്നെ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഓർമ്മക്കുറവ്, അല്ലെങ്കിൽ ഈ പരിസര ബന്ധമില്ലാതെ ആളുകൾ സംസാരിക്കുക, ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളായിട്ടും സ്ട്രോക്ക് നമുക്ക് കാണാറുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് സ്ട്രോക്ക് ഒരു ഹെമറാജിക് സ്ട്രോക്ക് അഥവാ ബ്ലീഡിങ് കൊണ്ടുള്ള സ്ട്രോക്ക് ആണെങ്കിൽ ഒരു ലൈൻ ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ്. അഥവാ ബ്ലീഡിങ് അല്ലാതെ ഒബ്സ്ട്രക്റ്റീവ് ആയിട്ടുള്ള കോസസ് കൊണ്ട് വന്നേക്കുന്നതിനും 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ്. അത് രണ്ട് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ലൈനിലുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രോക്ക് സസ്പെക്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ആദ്യം തന്നെ CT സ്കാൻ എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CT സ്കാനിൽ ഇത് ബ്ലീഡിങ് കൊണ്ടുള്ള സ്ട്രോക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോട്ട് ലൈസ് ചെയ്യാനുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. ക്ലോട്ട് അലിയിക്കാനുള്ള മരുന്ന് കൊടുക്കാൻ പറ്റിയല്ല. അപ്പോൾ പിന്നെ നമ്മൾ ബ്ലീഡിങ് നിർത്താനുള്ള മരുന്നുകളും അതുപോലെ പ്രഷർ കുറയ്ക്കാനുള്ള മരുന്നുകളും, ചിലപ്പോൾ ചില കേസുകളിൽ സർജറി ചെയ്യാനായിട്ടും ആണ്. അങ്ങനത്തെ കേസുകളിൽ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതേസമയം നമ്മൾ ബ്ലോക്ക് വന്നിട്ടുള്ള സ്ട്രോക്ക് ആണെന്നുണ്ടെങ്കിൽ ആ ക്ലോട്ട് അലിയിക്കാനുള്ള ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കേണ്ടത്. അത് സാധാരണഗതിയിൽ ഒരു 3 അല്ലെങ്കിൽ 4 മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിയാൽ മാത്രം നമുക്ക് ക്ലോട്ട് അലിയിക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല. സാധാരണഗതിയിൽ മിക്കവാറും ആൾക്കാർ 6 മണിക്കൂറിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ക്ലോട്ട് എക്സ്പാൻഡ് ചെയ്യാതിരിക്കാനുള്ള, പടരാതിരിക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ദീർഘകാലം ഇവർക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. പിന്നീട് ഒരു ക്ലോട്ട് ഒരു ക്ലോട്ട് വന്നു കഴിഞ്ഞാൽ, ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടാമത് സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം അവർക്ക് ആ റിസ്ക് ഫാക്ടേഴ്സ് നിലനിൽക്കുന്നുണ്ട് അണ്ടർലൈങ് ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ലോട്ട് വരാതിരിക്കാനുള്ള ആൻറ്റിപ്ലേറ്റ്ലെറ്റ് ഡ്രഗ്സ് ജീവിതകാലം മുഴുവൻ കഴിച്ചുകൊണ്ടിരിക്കണം. പിന്നെ ഇത് കൂടാതെ ഈ രോഗിക്ക് ഈ ഒരു എന്താണോ ഇപ്പോൾ ബലക്കുറവാണ് വന്നതെങ്കിൽ അത് പരിഹരിക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ഫിസിയോതെറാപ്പി കൊടുക്കണം. സംസാരശേഷിക്കാണ് പ്രശ്നമെങ്കിൽ നമ്മൾ സ്പീച്ച് തെറാപ്പി കൊടുക്കണം. അതുപോലെ അണ്ടർലൈങ് ആയിട്ടുള്ള ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പർ കൊളസ്ട്രോളീമിയ മുതലായ അതിനുള്ള പ്രാഥമിക ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കണം. ഇതുകൂടാതെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ചെയ്യണം. അപ്പോൾ സ്മോക്കിംഗ് ഉള്ള ആളാണെങ്കിൽ സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യണം.